നമസ്കാരം. നിങ്ങൾ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്ത വ്യക്തിയാണോ? അല്ല, ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടത് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോഴുള്ള അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. എന്തൊക്കെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്? അതിൽ ആദ്യം വരുന്നത് വെയിറ്റിംഗ് പീരീഡ് ആണ്. നിങ്ങൾക്ക് എന്താവശ്യം വന്നാലും ഒരു ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ, ഇൻഷുറൻസ് എടുത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ എന്താവശ്യം വന്നാലും ഉടനടി കവറേജ് സ്റ്റാർട്ട് ചെയ്യുമോ? ഇല്ല. ഓരോ അസുഖങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള വെയിറ്റിംഗ് പീരിയഡ്സ് ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് PED ആണ്. എന്ന് വെച്ചാൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്. നിലവിലുള്ള അസുഖമാവാം, അല്ലെങ്കിൽ മുൻപ് എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വന്നൊരു അസുഖമാവാം, ഇനി അതല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ആവാം, ഒരു ഇഞ്ചുറി ആവാം, അതെന്തു ആവാം, നിങ്ങളെ ഹെൽത്തിനെ ബാധിച്ച അത് എന്തു തന്നെയാണെങ്കിലും അത് നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പം തുറന്നു പറയണം. അത് ഡിക്ലെയർ ചെയ്തിട്ടേ നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ പാടുള്ളൂ. അപ്പം അത് എന്ത് തന്നെയാണോ അതുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒരു ക്ലെയിം വരികയാണെങ്കിൽ ആദ്യത്തെ 3 വർഷത്തിൽ നമുക്ക് ക്ലെയിം എടുക്കാൻ പറ്റില്ല. 3 വർഷത്തേക്ക് വെയിറ്റിംഗ് പീരീഡാണ് PED. അതിന് 3 വർഷം വെയിറ്റിംഗ് പീരീഡ് ആയിരിക്കും. 3 വർഷം കഴിഞ്ഞിട്ട് വരുന്ന ഒരു ക്ലെയിം ആണെങ്കിൽ നമുക്ക് കിട്ടും, ബുദ്ധിമുട്ടൊന്നുമില്ല. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ കുറച്ച് സ്പെസിഫിക് ഇൽനെസ് ഉണ്ട്. അതിന് 2 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. ഞാൻ കുറച്ച് ഉദാഹരണമായിട്ട് കുറച്ച് അസുഖങ്ങളുടെ പേര് ഇവിടെ പറയാം. യൂട്രസ് റിലേറ്റ് ചെയ്ത് വരുന്ന എന്ത് അസുഖവും, പ്രോസ്റ്റേറ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന എന്ത് അസുഖവും, ENT, തൈറോയിഡ്, കണ്ണ് റിലേറ്റ് ചെയ്ത് വരുന്നത്, സ്റ്റോണ്, വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിഷർ, ഗോൾ ബ്ലാഡർ, അല്ലെങ്കിൽ ഹിപ്പാനി റീപ്ലേസ്മെന്റ്, IVDP എന്ന് വെച്ചാൽ നട്ടലായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. അങ്ങനെ ഇനിയും കുറച്ചും കൂടെ അസുഖങ്ങളുണ്ട്. ഞാൻ എല്ലാം ഇവിടെ പറയുന്നില്ല, കാരണം വീഡിയോന്റെ ലെങ്ത് കൂടണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ കുറച്ച് അസുഖങ്ങളുണ്ട് ഇനിയും. ഇത്തരം കുറച്ച് അസുഖങ്ങൾക്ക് നമ്മൾ 2 വർഷം വെയിറ്റ് ചെയ്യണം. 2 വർഷം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഇൻഷുറൻസ് കവറേജ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിലും ശരി, നിങ്ങൾക്കൊരു പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഒന്നുമില്ലാത്ത ഒരാളാണെങ്കിൽ തന്നെയും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് 2 വർഷം വെയിറ്റ് ചെയ്തേ മതിയാവൂ. അത് ഇന്ത്യയിലെ ഒരുവിധ എല്ലാ ഇൻഷുറൻസ് കമ്പനീസിനും ഇത് ഈ ഒരു റൂൾ ബാധകമാണ്. ഇനി നമ്മൾ അറിയേണ്ടത് ഈ പറഞ്ഞതൊന്നുമല്ലാത്ത മറ്റെന്തെങ്കിലും ആവശ്യം പെട്ടെന്ന് വന്നാൽ, എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറയും. സ്ട്രോക്ക്, ഹെമറേജ്, ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ ഒരു സിവിയർ ഫീവർ. ഞാൻ സിവിയർ ഫീവർ എന്ന് എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു സാധാ പനി വന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ ക്ലെയിം കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം അത് നിങ്ങൾ വീട്ടിൽ കിടന്ന് ചികിത്സിച്ചാലും നിങ്ങൾക്കത് ഭേദമാവേണ്ടതേ ഉണ്ടാവുള്ളൂ. മറിച്ച് ഒരു സിവിയർ ഫീവർ ആണ് വരുന്നതെങ്കിൽ നമുക്കത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്താലും 31-ാം ദിവസം മുതൽ കവറേജ് സ്റ്റാർട്ട് ചെയ്യും ഈ പറഞ്ഞ പല കാര്യങ്ങൾക്കും. കാരണം ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും, അല്ലെങ്കിൽ ക്യാൻസർ ആണെങ്കിലും, സ്ട്രോക്ക് ആവട്ടെ, ഹെമറേജ് ആവട്ടെ, ഇതൊക്കെ ലൈഫ് ത്രെറ്റനിങ് ഡിസീസും കൂടിയാണ്. അപ്പം ഇതിനൊക്കെ 30 ദിവസം വെയിറ്റ് ചെയ്താൽ മതി. 31-ാം ദിവസം മുതൽ കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞിരുന്നു PEDക്ക് 3 വർഷം ഉണ്ട് എന്ന്. ഒരു ഉദാഹരണമായി പറയാം. PED എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഹൈപ്പർ ടെൻഷൻ പേഷ്യന്റ്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള ആളാണെന്ന് വിചാരിക്കാം. ഇതൊക്കെ ഉള്ള ഒരാൾക്കാണ് ഇത് വരുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ ഒരു സ്ട്രോക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു കാർഡിയാക് അറസ്റ്റ് വരുന്നതെങ്കിൽ 3 വർഷം കഴിയുന്നേ വേണം. കാരണം ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ നാളെ ഒരു അറ്റാക്കിലേക്കോ അല്ലെങ്കിൽ സ്ട്രോക്കിലേക്കോ ട്രിഗർ ചെയ്യാവുന്ന അസുഖങ്ങളാണ്. അപ്പൊ അതൊക്കെ റിലേറ്റഡ് ആണ്. അപ്പം 3 വർഷം കഴിഞ്ഞാലേ ഇത്തരം കാര്യങ്ങൾക്ക് PED ഉള്ളവർക്ക് കവർ ചെയ്യുള്ളൂ. അല്ലാത്തവർക്ക്, പൂർണ്ണമായിട്ടും ഹെൽത്തി ആയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നോ ഇഷ്യൂസ്, 31st ഡേ ഓൺവേർഡ്സ് ഇത്തരം കാര്യങ്ങൾക്കുള്ള കവറേജ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആക്സിഡൻസിന് എന്തെങ്കിലും വെയിറ്റിംഗ് പീരീഡ് ഉണ്ടോന്നാണ്. ഇല്ല. ആക്സിഡൻസിന് 0 വെയിറ്റിംഗ് പീരീഡ് ആണ്. എന്നാണോ നിങ്ങളുടെ പോളിസി ജനറേറ്റ് ആവുന്നത് ആ ദിവസം മുതൽ നമുക്ക് ആക്സിഡൻസിനുള്ള കവറേജ് സ്റ്റാർട്ട് ചെയ്തു. ഇനി അടുത്ത പോയിന്റ്, വെയിറ്റിംഗ് പീരീഡ് എന്നുള്ളത് ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായി അറിയേണ്ടത് എപ്പോഴൊക്കെയാണ് നമുക്കൊരു ഹോസ്പിറ്റലൈസേഷൻ വന്നാൽ ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ക്ലെയിം പരിഗണിക്കുക എന്നുള്ളതാണ്. 24 മണിക്കൂറിന്റെ മേലെ നിർബന്ധമായും ഒരു ഹോസ്പിറ്റലൈസേഷൻ വന്ന് ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് അവിടെ നടന്നിരിക്കണം. എങ്കിൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനീസ് നമ്മുടെ ക്ലെയിം പരിഗണിക്കുള്ളൂ. 24 മണിക്കൂറിന് താഴെയാണെങ്കിൽ ക്ലെയിം കിട്ടില്ല. പക്ഷേ ഒരു സന്ദർഭമുണ്ട്, നിങ്ങളെ ലോക്കൽ അനസ്തേഷ്യോ അല്ലെങ്കിൽ ജനറൽ അനസ്തേഷ്യോ തന്ന് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണെങ്കിൽ
എന്ന് വെച്ചാൽ ഡേ കെയർ പ്രൊസീജിയേഴ്സ്, അതിന് ക്ലെയിം കിട്ടും. അല്ലാത്ത പക്ഷം 24 മണിക്കൂറിന്റെ താഴെയാണെങ്കിൽ ക്ലെയിം കിട്ടില്ല. 24 മണിക്കൂറിന് മേലെ ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഒരു ഹോസ്പിറ്റലിൽ എടുത്തിരിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുത്തു പറയാനുള്ള കാരണം? നിങ്ങൾ ഒന്ന് ഒബ്സർവേഷനിൽ കിടന്നാലും മതിയാവില്ല, അവിടെ ട്രീറ്റ്മെന്റ് തന്നെ നടന്നിരിക്കണം. അപ്പൊ നമുക്ക് അവിടെ ക്ലെയിം കിട്ടും. ഇനി നമ്മൾ അറിയേണ്ടത് ക്യാഷ്ലെസ് ഫെസിലിറ്റി എന്താണെന്നാണ്. ക്യാഷ്ലെസ് എന്താണ്? നമ്മളൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, നമുക്കൊരു ഹോസ്പിറ്റലൈസേഷൻ വന്നു, അവിടെ വരുന്ന ചെലവ് ആ തുക എത്രയാണോ അത് ഇൻഷുറൻസ് കമ്പനി ഹോസ്പിറ്റലിന് നേരിട്ട് അടച്ചോളും. നമ്മളെ കയ്യിൽ നിന്ന് ഒന്നും അടയ്ക്കേണ്ട ആവശ്യം വരില്ല. ഇതാണ് ക്യാഷ്ലെസ് എന്ന് പറയുന്നത്. റീഇംബേഴ്സ്മെന്റ് എന്താ? നമ്മൾ അടയ്ക്കേണ്ടി വരും ഹോസ്പിറ്റലിന്, പിന്നെ ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ തുക റീഫണ്ട് തരികയാണ് ചെയ്യുക. അതാണ് റീഇംബേഴ്സ്മെന്റ്. അപ്പൊ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് 100% ക്യാഷ്ലെസ് ആണെന്നുള്ളത്. അതൊരിക്കലും ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് 100% ക്യാഷ്ലെസ് എന്ന് പറയാൻ പറ്റില്ല. അത് ഇന്ന് വരെ ഒരു ഇൻഷുറൻസ് കമ്പനി 100% ക്യാഷ്ലെസ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ മാർക്കറ്റിന് അല്ലെങ്കിൽ പലരും നമ്മളെ സുഹൃത്തുക്കളോ റിലേറ്റീവ്സ് ഒക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് ഇതെല്ലാം ക്യാഷ്ലെസ്, ഫുൾ 100% ക്യാഷ്ലെസ് ആണെന്നുള്ളത്. അല്ല, ക്യാഷ്ലെസ് ഒരു 92% ക്യാഷ്ലെസ്സിൽ തന്നെയാണ് സെറ്റിൽ ചെയ്യുക. അത് ഏത് ഇൻഷുറൻസ് കമ്പനി എടുത്താലും 92% അവരുടെ ക്ലെയിം ക്യാഷ്ലെസ്സിലെ സെറ്റിൽ ചെയ്യുള്ളൂ. കാരണം അവർക്കും സൗകര്യം അതാണ്. അപ്പോൾ വരുന്ന ക്ലെയിം അപ്പോൾ സെറ്റിൽ ചെയ്ത് പോകുന്നത് തന്നെയാണ് ക്ലയൻസിനാണെങ്കിലും അല്ലെങ്കിൽ പേഷ്യൻസിനാണെങ്കിലും അതേപോലെ ഇൻഷുറൻസ് കമ്പനിക്കാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും ഒക്കെ സൗകര്യം. പക്ഷേ ഒരു 8% റീഇംബേഴ്സ്മെന്റ് ഉള്ള ചാൻസ് നമ്മൾ അവിടെ കാണണം. എന്തുകൊണ്ടെന്നാൽ ഒരു ഏർലി ക്ലെയിം വരികയാണ് പെട്ടെന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 31 ദിവസം മുതൽ പല ക്രിട്ടിക്കൽ ഇൽനെസ്സും കവേർഡ് ആണെന്നുള്ളത്. 31 ദിവസം തന്നെ ചിലപ്പോൾ ഒരു ക്ലെയിം വന്നേക്കാം. അപ്പൊ കറക്റ്റ് നോക്കുമ്പോൾ നമ്മൾ അവിടെ ഇൻഷുറൻസ് കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ ഏർലി ക്ലെയിം വന്നതുകൊണ്ട് അത് ക്യാഷ്ലെസ്സിൽ പ്രോസസ്സ് ചെയ്തോളണമെന്നില്ല, ചിലപ്പോൾ റീഇംബേഴ്സ്മെന്റ് ആയിരിക്കും. കാരണം ഏർലി ക്ലെയിം വന്നതുകൊണ്ട് കമ്പനി പറയും ഞങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്യണം, ഇദ്ദേഹം ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് നോക്കണം എന്ന് പറയും. കാരണം പെട്ടെന്ന് വരില്ലേ ക്ലെയിം, ഇൻഷുറൻസ് എടുത്ത് പെട്ടെന്ന് തന്നെ വരികയാണ്. 31 ദിവസമോ 45 ദിവസമോ 60 ദിവസമോ 90 ദിവസമോ ഒക്കെ പെട്ടെന്ന് വരുന്ന ക്ലെയിംസ് ആണ് അതൊക്കെ. അപ്പൊ അങ്ങനെ അവരൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പല ഹോസ്പിറ്റലിലേക്കായിട്ട് അവർ അയക്കും. അത് നിങ്ങൾ ചികിത്സ തേടുന്ന ഹോസ്പിറ്റലിൽ അവർ വരാം, അല്ലെങ്കിൽ നിങ്ങൾ ചികിത്സ തേടാത്ത മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ അവർ പോവാം. കാരണം ഇതിന് മുൻപ് ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആൾക്കാർ വിടുന്നത്. അപ്പം ഒരു ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഹോസ്പിറ്റലൈസേഷൻ വരുന്നത് അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കുന്നതെങ്കിൽ അവിടെ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് റീഇംബേഴ്സ്മെന്റ് അവിടെ സെറ്റിൽ ചെയ്യും. ക്യാഷ്ലെസ് കെട്ടിക്കൊള്ളണമെന്നില്ല. ഇനി രണ്ടാമതൊരു കേസ് എന്താന്ന് വെച്ചാൽ ചിലപ്പം ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് അയക്കുന്ന പ്രീ ഓതറൈസേഷൻ ലെറ്റർ ഉണ്ട്. നിങ്ങളൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം തന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് അയക്കുന്ന ലെറ്ററാണ് പ്രീ ഓതറൈസേഷൻ ലെറ്റർ. ആ ലെറ്ററിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവ് ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ടെങ്കിൽ അതും റീഇംബേഴ്സ്മെന്റ് ആയിട്ടേ അവർ ചിലപ്പോൾ കൺസിഡർ ചെയ്യുള്ളൂ. ക്യാഷ്ലെസ് കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നമുക്ക് 100% ക്യാഷ്ലെസ് ആണെന്ന് ഒരു ഇൻഷുറൻസ് കമ്പനിക്കും പറയാൻ പറ്റില്ല. 92% ക്യാഷ്ലെസ്സിലെ സെറ്റിൽ ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ അപ്പോഴും കാണും ചിലപ്പോൾ അത് ഒരു 8% റീഇംബേഴ്സ്മെന്റ് ഉണ്ടായേക്കാം. ചിലപ്പോൾ നമുക്ക് ക്യാഷ് ആദ്യം ഹോസ്പിറ്റൽ അടയ്ക്കേണ്ടി വരും, പിന്നെ അത് ഇൻഷുറൻസ് കമ്പനി സെറ്റിൽ ചെയ്യേ ഉണ്ടാവുള്ളൂ. ഇതാണ് മറ്റൊരു പോയിന്റ് ടേംസ് ആൻഡ് കണ്ടീഷനിൽ വരുന്നത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എപ്പോഴൊക്കെയാണ് നമ്മുടെ ക്ലെയിം തികച്ചും റിജക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. നമ്മൾ എന്തിനാ ഇൻഷുറൻസ് എടുക്കുന്നത്? ക്ലെയിം കിട്ടാനല്ലേ. അപ്പൊ പിന്നെ എങ്ങനെ റിജക്ട് ചെയ്യപ്പെടുന്നത് പൂർണ്ണമായിട്ടും? അത് മനസ്സിലാക്കണം. നിങ്ങളൊരു ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ടൊബാക്കോ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതുമല്ല മറ്റേതെങ്കിലും തരത്തിൽ അത്തരം പ്രൊഡക്ട്സോ അല്ലെങ്കിൽ ഡ്രഗ്സോ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് റിജക്ട് ചെയ്യപ്പെടും ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, അങ്ങനെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഇൻഷുറൻസ് കമ്പനി അറിയുന്നത് എന്നുള്ളത്. നിങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടാവും. ചിലപ്പം നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് വന്ന എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടാവാം. ചിലപ്പോൾ അതേ ആയിരിക്കില്ല, മറ്റെന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് നിങ്ങളൊരു ഡോക്ടറെ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ കൺസൾട്ടേഷന് വേണ്ടി പോയിട്ടുണ്ടാവാം. അപ്പൊ അവിടെ അവർ ചോദിച്ചിട്ടും ഉണ്ടാവാം നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ, നിലവിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അത് നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആ മെഡിക്കൽ റെക്കോർഡ്സിൽ നോട്ട് ചെയ്യും. അപ്പോൾ എളുപ്പമായി ആ മെഡിക്കൽ റെക്കോർഡ്സ് തന്നെയാണ് ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് അയക്കേണ്ടിയും വരിക, ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അയക്കേണ്ടി വരിക. അപ്പൊ ഇൻഷുറൻസ് കമ്പനീസിന് മനസ്സിലാവില്ല നിങ്ങളത് എന്തായാലും ഇതൊക്കെ കൺസ്യൂം ചെയ്യുന്ന ഒരാളാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നാ പിന്നെ അത് പറയാതിരുന്നാ പോരെ ഒരു ഹോസ്പിറ്റൽ അല്ലെ ഡോക്ടറെ കാണുമെന്ന്. അത് ചെയ്യരുത്. കാരണം നിങ്ങൾ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടില്ലല്ലോ. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു അസുഖം വരുന്നത് എങ്കിൽ അത് നിങ്ങൾ തുറന്നു പറഞ്ഞാൽ മാത്രമേ ആ അസുഖത്തിന് വേണ്ടിയിട്ട് ഉള്ള ട്രീറ്റ്മെന്റ് അവിടെ ഡോക്ടേഴ്സിന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം കഴിയുന്നതും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത്തരം കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക.
ഹെൽത്തി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക, ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. കഴിയുന്നു ഇതൊക്കെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. അപ്പൊ മനസ്സിലാക്കുക, ഇത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന ആൽക്കഹോളോ ടൊബാക്കോയോ ഡ്രഗ്സോ എന്തോ ആവട്ടെ, അതൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടില്ല. ഇനി നിങ്ങൾക്ക് വേറെ എവിടെയാണ് ഇൻഷുറൻസ് റിജക്ട് ചെയ്യപ്പെടുക? ഞാൻ ആദ്യമേ പറഞ്ഞു PED, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്. അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളത് ഡിക്ലെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, തുറന്നു പറയണം എന്നുള്ളത്. അത് നിങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്കൊരു ക്ലെയിം വന്നാൽ റിജക്ട് ചെയ്യപ്പെടും. നിങ്ങളുടെ PED എന്താണോ അസുഖം, അല്ലെങ്കിൽ എന്താണോ സർജറി കഴിഞ്ഞതോ അല്ലെ ആക്സിഡന്റ് എന്തോ ആവട്ടെ, അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലെയിം തന്നെ ആവണമെന്നില്ല. വേറെ എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടാണ് നിങ്ങൾ ക്ലെയിമിന് പോകുന്നതെങ്കിലും ഈ ഒരു അസുഖം നിങ്ങൾ തുറന്നു പറയാത്തത് ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ ചിലപ്പോൾ അത് ഉണ്ടാവാം. അങ്ങനെ അത് ഇൻഷുറൻസ് കമ്പനിക്ക് അറിയാൻ പറ്റും, ഇങ്ങനെ ഒരു അസുഖം മുൻപുണ്ടായിരുന്നു, പോളിസി എടുക്കുമ്പം ഇദ്ദേഹം ഇത് തുറന്നു പറഞ്ഞില്ല എന്ന്. കാരണം ഇൻഷുറൻസ് കമ്പനി ഇതേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ നിലവിലുണ്ടോ, മുൻപുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് കമ്പനി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ പറയാതെ ഒരു ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ നമ്മൾ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിൽ അവിടെ ക്ലെയിം സ്ട്രെയിറ്റ് അവേ റിജക്ഷൻ വന്നേക്കാം. അപ്പൊ മനസ്സിലാക്കുക, റിജക്ഷൻ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ആ പോളിസി ചിലപ്പോൾ ക്യാൻസൽ വരെ ചെയ്തു എന്ന് വരാം. പിന്നെ നമുക്ക് മുന്നോട്ടേക്ക് ഒരു പോളിസി ഉണ്ടാവണമെന്നില്ല. അത് ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞ ആൽക്കഹോളിന്റെ അല്ലെങ്കിൽ ടൊബാക്കോന്റെ ഒക്കെ കേസിലാണെങ്കിലും പോളിസി തന്നെ അവർ ക്യാൻസൽ ചെയ്തേക്കാം, നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഇത്രയും കൂടെ കാര്യങ്ങളുണ്ട്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയണം ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഏറെക്കുറെ മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എന്റെ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിൽ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചോളൂ. നിങ്ങൾക്ക് ഏത് സമയം എന്നെ വിളിക്കാം, ഞാൻ തന്നെയായിരിക്കും കോൾ അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് മുൻപോട്ടേക്ക് പോവാം, നല്ലൊരു ഹെൽത്തി ലൈഫ് ആവട്ടെ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.